ഹായ് ഹലോ, ഇന്നൊരു സൺഡേ ഈവനിങ് വ്ളോഗായാലോ. വീഡിയോ എടുക്കുമ്പോൾ ലിയോ ഇങ്ങനെ കൈ പൊന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാറുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഈവനിങ് എൻ്റെ കുപ്പാമാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഫ്രീ ആയതുകൊണ്ട് കുപ്പാമ്മ മീൻസ് എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവനെ ഒരു സ്ഥലത്ത് നിന്ന് എണീപ്പിക്കും, അവനെ അണിയിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയി കിടക്കും. അവിടെ നിന്ന് എണീപ്പിക്കും, അവിടെ നിന്ന് അണിച്ച് വേറെ സ്ഥലത്ത് പോയി കിടക്കും. പിന്നെ റോസി ആണെങ്കിൽ അവിടെ ഗംഭീര ഉറക്കമാണ്. രണ്ടും കുംഭകർണനെ പോലെ ഇരുന്ന് ഉറങ്ങുകയാണ്. ലിയോ ആണെങ്കിൽ രാവിലെ ഒരു 11 മണി തൊട്ട് ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയതാണ്. അത് വൈകുന്നേരം എന്നിട്ടും അവൻ എണീച്ചിട്ടില്ല. രണ്ടുപേരെയും എണീപ്പിച്ചിട്ട് പോട്ടിയും ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഇവരാണെങ്കിലും എണീക്കണില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ഗെയിംസൊക്കെ കളിച്ചിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ കുറച്ച് വീഡിയോ കോൾ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കാൻ വിചാരിച്ചു. വെളിയിലാണെങ്കിൽ നല്ല മഴക്കോളുണ്ട്. എവിടെയെങ്കിലും പോവാമെന്ന് വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല മഴയൊക്കെ വരുള്ളൂ. അതും ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. അപ്പോഴേക്കും ലിയോ വന്നു. ലിയോൻ്റെ ഉറക്കക്ഷീണമൊന്നും പോയിട്ടില്ല. ഞാൻ പിടിച്ച് വലിച്ച് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എണീപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ടും അവൻ്റെ മൂടൊന്നും ശരിയല്ല. പിന്നെ ഞാൻ കുറച്ച് മടിയിലൊക്കെ ഇരുത്തി നോക്കി. എന്നാലും അവൻ ഉറക്കക്ഷീണം മാറണേ ഇല്ല. പിന്നെ അവൻ എൻ്റെ മടിയിൽ നിന്ന് നീ പോടി അവിടെ നിന്ന് വന്നിട്ട് അടിച്ചിട്ട് വീണ്ടും പോയി കടന്നുറങ്ങി. ഞാനാണെങ്കിലോ ശരി കുറച്ചും കൂടി കിടന്നിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വിട്ടു. പിന്നെ നമുക്ക് ലിയോൻ്റെ മെയിൻ സ്പോട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. അതെന്താണെന്നറിയോ? കാണിച്ചു തരാം, കമോൺ. ആക്ച്വലി 2 ദിവസം മുമ്പാണ് ഞാനത് ശ്രദ്ധിച്ചത്. ലിയോനെ ഞാനിവിടെ ഇങ്ങനെ പടിയിൽ കെട്ടിയിടുമ്പം അവൻ ഈ മതിലിൽ കൂടെ ചാടിയിട്ട് ഈ മരത്തിൽ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചെടിയിലൊക്കെ പിടിച്ച് ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും മരം കയറി കളിക്കാനാണെന്ന്. പിന്നെ അല്ല എനിക്ക് മനസ്സിലായത്, അവിടെ നിന്ന് കുറേ കിളികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി അത് പിടിക്കാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുട്ട എടുക്കാനാണ് അവൻ അതിലേക്ക് പോണതെന്ന്. താഴൊരു കൂടുണ്ട്, അതൊരു ഓപ്പൺ ടൈപ്പ് കൂട്. അതിലൊരു മുട്ടയുണ്ടായിരുന്നു. അതാണെങ്കിലും മഴയൊക്കെ കൊണ്ട് എന്താ പറയുക ചളങ്ങി പിളങ്ങി ഒന്നും ഇല്ലാണ്ടായി. പിന്നെ മേലെ പുതിയ കൂടുണ്ട്. ഇത് കുരുവിൻ്റെ കൂടാണ്. സേഫ്റ്റി ആക്കിയിട്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ട്, പഴയ കൂട്ടിലും മുട്ടയുണ്ട്. അവിടെ പിന്നെയും കുരുവികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ലിയോനെ വിടുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. എന്താല്ലേ ഇതിൻ്റെ കൂടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. പടച്ചോനെ ഇവർക്കൊക്കെ എന്ത് കഴിവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ എത്തി നോക്കി അതിൻ്റെ പാരൻസ് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മുട്ട അങ്ങനെ വിരിഞ്ഞോ, പിന്നെ വേറെ എന്തെങ്കിലും മുട്ട ഇനിയും ഉണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷേ ചെറിയ ഓളായതുകൊണ്ട് എനിക്ക് ഒന്നും കാണില്ല. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത്തൻ്റെ വണ്ടിയിലൊക്കെ കയറി എന്തൊക്കെയോ സർക്കസ് കെട്ടുന്നുണ്ട്. അതൊക്കെ ഫ്ലോപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് വന്നത്. അവർ ട്യൂഷൻ വിട്ട് വരികയായിരുന്നു. ഇവരെൻ്റെ മദ്രസത്തെ ഫ്രണ്ട്സാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് മദ്രസ രാവിലെ തന്നെ കഴിഞ്ഞു. അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ചിരിക്കുമ്പോഴേക്കും അവർ വ്ളോഗ് എടുക്കണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവരിവിടെ നിന്നേയില്ല. ബായ് പറഞ്ഞിട്ട് ഒരേ ഓട്ടം. പിന്നെ ഞാൻ ലിയോ എന്തായി വേണ്ടിട്ട് എണിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയപ്പോഴേക്കും രണ്ടാളും കൂടെ ഇവിടെ സുഖമായിട്ട് എണിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ലിയോക്ക് കുറച്ച് ഫുഡും പാലും പിന്നെ റോസിക്ക് അതേപോലെ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ മെല്ലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എന്തോ പുറത്ത് സൗണ്ട്. എന്താണെന്നും പോയി നോക്കുമ്പോഴേക്കും അസല് മഴ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ചറ മഴ പെയ്യും. പിന്നെ ഞങ്ങൾ മഴയൊന്ന് കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് മഴയത്തൊക്കെ കളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ മഴ അത്യാവശ്യം കുറഞ്ഞു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അല്ലെങ്കിലേ കൊല്ലംകോട്ടി തിരക്കാണ്. പിന്നെ ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസും കൂടി ആയല്ലോ, അപ്പോൾ ഒന്നും കൂടി തിരക്ക് കൂടി. ഞങ്ങളങ്ങനെ 1, 2 പറഞ്ഞ് ഇങ്ങനെ പോയി. അങ്ങനെ നമ്മുടെ കൊല്ലംകോടിൻ്റെ ബൺ പൊറോട്ടൻ്റെ കടയെത്തി. പിന്നെ അങ്ങനെ കുറച്ച് പോയതെന്താ, നമ്മൾ എന്ന് ഷവർമ്മ മേടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമ്മ കിട്ടുന്നൊരു സ്പോട്ട്. ആ കാണുന്നതാണിത്.
പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് പോയപ്പം നമ്മൾ സ്ഥിരം മേടിക്കാനുള്ള കാളൻ കട എത്തി. അങ്ങനെ ഞങ്ങളത് കുറച്ചും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയപ്പോഴേക്കും നമ്മുടെ മെയിൻ സ്പോട്ട് എത്തി. എവിടെ? നമ്മുടെ സ്വന്തം കുടിലിട. കൊല്ലങ്കോട് ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ കുടിലിട. അന്നും മെയിൻ തിരക്ക് ഇവിടെയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ലോണം തിരക്ക് കൂടി. പിന്നെ ഈ മഴയൊന്നും ഇല്ലെങ്കിൽ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ നല്ല വൈബുള്ള സ്ഥലമാണ്. ഞാൻ ഓൾറെഡി ബ്യൂട്ടി ഓഫ് കൊല്ലങ്കോട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കണ്ടാൽ. പിന്നെ ഞങ്ങളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊന്നുമില്ല, ഞങ്ങളങ്ങനെ പോയി. ഈ പാടത്തിലൊക്കെ കണ്ടോ, നിറയെ ആൾക്കാരുണ്ട്. അവിടെ കുറച്ച് നെസ്റ്റീവായിട്ട് വാട്ടർ വീലും പിന്നെ തോണിയും കുറച്ച് സൺഫ്ലവേഴ്സും ബാക്കി കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചു. അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരിങ്ങനെ വരുന്നത്. ബാക്കിൽ തന്നെ നമ്മുടെ മലകളുണ്ട്. അവിടെ മഴ ആയതുകൊണ്ട് തന്നെ സീതറുണ്ടിലൊക്കെ നല്ല വെള്ളമുണ്ട്. ഐസ്ക്രീം കടയൊക്കെ ഉണ്ട്. നേരത്തെയൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് കിടന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അത് എന്തൊരു തിരക്കാണ്. അങ്ങനെ ഞങ്ങളത് എത്തേണ്ട സ്ഥലമൊക്കെ എത്തി. പിന്നെ ഞങ്ങൾ അടുത്ത വിശേഷമൊക്കെ ഞങ്ങൾ വീട്ടിലെത്തിയ വിശേഷമാണ്. വീടെത്തിയിട്ട് ഡോറ് തുറന്നതും രണ്ടുപേരും നല്ല വെയിറ്റിംഗ് ആണ്. പിന്നെ തുറന്ന് വിട്ടതും ഞങ്ങളെ കുറച്ച് മുട്ടിയിട്ട് നേരെ വെളിയിലേക്ക് പോവാണ്. പിന്നെ ഞാൻ കുറച്ചൊക്കെ അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ലിയോ ഉള്ളതുകൊണ്ട് റോസിക്കും സമാധാനം, റോസി ഉള്ളതുകൊണ്ട് ലിയോക്കും സമാധാനം. പിന്നെ ലിയോ രാത്രി വെളിയിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ബെൽറ്റൊക്കെ കെട്ടിയിട്ട് റോസിനെയും ലിയോനെയും പോട്ടിക്കൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ സൺഡേ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ ബൈ.